ഒരു കഥ പറയട്ടെ. ഒരു സ്കൂളിൽ ഒരു സ്പോർട്സ് കോച്ച് തൻ്റെ ക്ലാസ്സിലെ 14 കുട്ടികളോടും പറഞ്ഞു, നമുക്കൊരു ഓട്ട മത്സരം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓട്ട മത്സരത്തിന് വേണ്ടി തയ്യാറായിട്ട് ആ 14 കുട്ടികളും ആ റേസ് കോഴ്സിലെത്തി. അങ്ങനെ ഓടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ് ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ജയിക്കും എന്ന് പറഞ്ഞു. ഞാൻ ജയിക്കും. അങ്ങനെ ആ കുട്ടിയും മറ്റുള്ള 13 പേരും ഒരേപോലെ ആ റേസ് ട്രാക്കിൽ ഓടിത്തുടങ്ങി. ഓടി ഓടി അവസാനം എത്തിയപ്പോൾ 100 മീറ്റർ കഴിഞ്ഞപ്പോൾ ഈ ആവേശം കാണിച്ച കുട്ടി 14-മനായിട്ടാണ് ഫിനിഷ് ചെയ്തത്. കുട്ടിക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നില്ല ജയിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ജയിച്ചില്ല. പക്ഷെ കോച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കോച്ച് പറഞ്ഞു, കുഴപ്പമില്ല, നീ ഓൾറെഡി ജയിച്ചല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ ജയിച്ചില്ല, ഞാൻ ലാസ്റ്റിൽ എത്തിയേ എന്ന് പറഞ്ഞു. അപ്പോൾ കോച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത് ഫിനിഷ് ചെയ്തല്ലോ, ഈ 14 പേരോടൊപ്പം നീ ഓടിത്തുടങ്ങി, നീ അറ്റ്ലീസ്റ്റ് ഇത് ഫിനിഷ് ചെയ്തല്ലോ, അത് തന്നെ ഒരു ജയമാണ്. അത് തന്നെ ഒരു ജയമാണ്. ഭയങ്കര ആവേശമായി, ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസവും ഇതുപോലെ ഒരു മത്സരം ആ കോച്ച് വെച്ചു. ആ 14 പേരും റേസ് കോഴ്സിൽ റെഡിയായി അതാ ഓടിത്തുടങ്ങണം. അപ്പം നമ്മുടെ മനസ്സിൽ എന്താ തന്നെ, ഈ കുട്ടി ഒന്നാമതെത്തുന്നല്ലേ. ആ കുട്ടി വീണ്ടും 14-മതാണ് എത്തിയത്. അപ്പോഴും പിന്നെയും കരയാൻ തുടങ്ങിയ ആ കുട്ടീനോട് ആ കോച്ച് പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എന്തേ, ഞാൻ ഇന്നും ഫിനിഷ് ചെയ്തുകൊണ്ടാണോ? അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇന്നലെ നീ 17 സെക്കൻഡ് കൊണ്ടിട്ടാണ് ഈ 100 മീറ്റർ ഓട്ടം എത്തിയത്. പക്ഷെ ഇന്ന് നീ വെറും 16 സെക്കൻഡ് കൊണ്ട് ഈ 100 മീറ്റർ ഓട്ടം ഓടിയെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലത്തിനേക്കാൾ ഇന്ന് ഇത്തിരിയും കൂടി ഡിഫറെൻ്റ് ആണെങ്കിൽ, ഇത്തിരിയും കൂടി സക്സസ് ആണെങ്കിൽ, ലേശം പ്രോഗ്രസ് നമുക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് വിജയം. അതല്ലാതെ സിനിമകളിൽ കാണുന്ന പോലെ ഒരു പാർട്ടി സീൻ എല്ലാം കൂടി മാറുന്നതല്ല. നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് ചെറിയ ചെറിയ പ്രോഗ്രസ് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് വിജയം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വിജയിക്കുന്നവർ തന്നെയാണ്. അതല്ല എന്ന് വിചാരിച്ച് മനസ്സ് മടുത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കറക്റ്റ് അല്ലേ? പക്ഷെ ഇത് പറഞ്ഞു തരാൻ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു കോച്ച് ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ സമയം എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം തോളിലും തട്ടിയിട്ട് പറയാ, നമ്മളിന്നും വിജയിച്ചവർ തന്നെയാണ്. നമ്മുടെ ഗോൾ അറ്റത്തുണ്ടാവും, പക്ഷെ നമ്മൾ തോറ്റവരായിട്ട് നമ്മൾ സ്വയം പ്രഖ്യാപിക്കരുത്. അല്ലേ? ഓൾ ദ ബെസ്റ്റ്.